ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണുന്ന പൊതു ജീവിതക്രമത്തിൽ നമുക്ക് ഏറ്റവും പ്രകടമായിട്ടും വളരെ വ്യാപകമായിട്ടും നമുക്ക് കാണുവാനും മനസ്സിലാക്കാനും പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞ വ്യക്തിയെ, അത് പരസ്പരം എല്ലാവരും ചെയ്യുന്നതാണ്. വ്യക്തിയുമായിട്ട് ഞാൻ പറയുമ്പോൾ നമ്മളെന്ന് പറഞ്ഞ വ്യക്തിയെ ഭയപ്പെടുത്തുവാനും നിരാശപ്പെടുത്തുവാനും ആശങ്കപ്പെടുത്തുവാനും നമുക്ക് അനാരോഗ്യം നൽകുവാനും, അനാരോഗ്യം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ തന്നെ, ആശയപരമായിട്ടും ഒക്കെ തന്നെ അനാരോഗ്യങ്ങൾ സമ്മാനിക്കാനും പ്രാപ്തരായിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് കൂടുതലും, അതായത് നമ്മുടെ ചുറ്റും നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. മെജോറിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒട്ടുമിക്ക എല്ലാവരും ഈ ഒരു പാതയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തിനു സംഭവങ്ങളുണ്ടായാലും, കാരണം നമുക്ക് തീർച്ചയായിട്ടും ഹ്യൂമൻ റിലേഷൻസ് അത്യാവശ്യമാണല്ലോ. നമ്മൾ മറ്റുള്ളവർ സംസാരിക്കും, റിലേറ്റ് ചെയ്യപ്പെടും, അല്ലേ? നമ്മൾ ചിലരുടെ ആശയങ്ങൾ നമ്മൾ ആവശ്യപ്പെടും, അല്ലെങ്കിൽ ചിലർ നമ്മളായിട്ട് ആശയങ്ങൾ പങ്കുവയ്ക്കും. അവർ നമ്മളെ ഉപദേശിക്കാറുണ്ടാകും, അഭിപ്രായങ്ങൾ പറയാറുണ്ടാകും, ചില പ്രസ്താവനകൾ അവർ നമ്മളെക്കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ നമ്മളോട് പറയാറുണ്ടാകും. അങ്ങനെ പല രീതിയിൽ പലതരത്തിൽ നമുക്ക് മനുഷ്യമായിട്ടുള്ള റിലേഷൻസിൽ ഈ പറഞ്ഞ ഇൻട്രാക്ഷൻസ്, എക്സ്ചേഞ്ചസ് എല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ ഇൻട്രാക്ഷൻസിൽ കൂടെയും എക്സ്ചേഞ്ചിൽ കൂടെയും നമുക്ക് പൊതുവേ കാണാൻ കഴിയുന്നൊരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനീ പറഞ്ഞ നമുക്ക് ആശങ്ക, ഭീതി, ഭയം, ഒരു ഫിയർ ഫാക്ടർ ഉണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു നമ്മളെ കൺസേൺഡ് ആക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നിരാശ നൽകുന്ന തരത്തിൽ, ഇനി അതുപോലെ നമുക്ക് ആരോഗ്യപരമല്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ മാനസികവും, ഏറ്റവും കൂടുതൽ മാനസികമാണ്, ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ സെൽഫായിട്ട് കുറേയൊക്കെ നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാം. എന്നിരുന്നാൽ തന്നെയും പൊതുവെ ആരോഗ്യം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒരുമിച്ചുള്ളതായതുകൊണ്ട് നമുക്കതിനെ രണ്ടും രണ്ടായിട്ട് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ശരീര മാനസിക ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളും പ്രവണതകളുമാണ് നമുക്ക് ഒട്ടുമിക്ക മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കാനും അല്ലെങ്കിൽ നമുക്ക് കാണുവാനും കഴിയുന്നത്. മറിച്ച് നമുക്ക് നമ്മളെ ഹോപ്പ്ഫുള്ളാക്കുന്ന രീതിയിൽ, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് ധൈര്യവും മാനസിക ശാരീരിക ആരോഗ്യങ്ങൾ നൽകുന്ന തരത്തിലുള്ള പ്രവണതകളും പ്രവൃത്തികളും നമുക്ക് ഇല്ലെന്ന് പറയുന്നില്ല, കാരണം എല്ലാ മനുഷ്യരും ഒരുപോലല്ല. പക്ഷേ ഏറെക്കുറെ നമുക്ക് കാണാൻ സാധിക്കുന്ന മനുഷ്യരുടെയും ഇടപാടുകൾ, നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ കൂടെയും അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള എക്സ്ചേഞ്ച് എന്ന് പറയുമ്പം മ്യൂച്വൽ ടോക്സ്, കോൺവെർസേഷൻസ്, ഇതൊക്കെ തന്നെ, ഈവൻ അവരുടെ ഡീഡ്സ്, പ്രവൃത്തികളും ഒരു എക്സ്ചേഞ്ച് ആണല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ആൾക്കാരുടെ ഭാഗത്തു നിന്നും എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എപ്പോഴാണെങ്കിലും നമുക്കൊരു മെജോറിറ്റി ടൈംസിലോ അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരിൽ നിന്നും നമുക്ക് അങ്ങനെ കാണുവാനുള്ള അവസരമാണ് നമുക്കെപ്പോഴും നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നത്. അതൊക്കെ വി കോണ്ട് ചേഞ്ച് അതർ പീപ്പിൾ, ഇല്ലേ? നമുക്ക് മറ്റുള്ളവരെ ചേഞ്ച് ആക്കാൻ സാധിക്കത്തില്ല, മാറ്റുവാൻ സാധിക്കത്തില്ല. ആൻഡ് വി വിൽ നോട്ട് എക്സ്പെക്ട് ടു ചേഞ്ച് അതേഴ്സ്. നമ്മൾ ആ മറ്റുള്ളവരെ മാറ്റാമെന്നുള്ള പ്രതീക്ഷയെ നമുക്ക് വേണ്ട. ബിക്കോസ് ഇറ്റ്സ് എ ഹിമാലയൻ ബ്ലണ്ടർ, അല്ലെങ്കിൽ ഇതൊരു ഹിമാലയൻ ടാസ്ക്കാണ്. എന്നുവെച്ചാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ തോളിൽ ചുമന്നുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഭാരമല്ല അതെന്ന് പറഞ്ഞാൽ, വലിയൊരു ഭാരമാണ് പറഞ്ഞാൽ. അപ്പോൾ ആ ഭാരം നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ആ ഭാരം എന്ന് പറയുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റി, ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഏത് ഉത്തരവാദിത്വം? മറ്റുള്ളവരെ ചേഞ്ച് ആക്കുക എന്നുള്ളത്. റാദർ വി ക്യാൻ ചേഞ്ച് അവർ സെൽസ്, അല്ലേ? നമുക്ക് നമ്മളെ ചേഞ്ച് ആക്കാൻ സാധിക്കണം, നമുക്ക് കഴിയുന്നത് അതായിരിക്കും. സോ ദാറ്റ്സ് ദ ഓൺലി പോസിബിൾ തിങ് ഇൻ ദ വേൾഡ്, ടു ചേഞ്ച് വൺ സെൽഫ്, അല്ലെങ്കിൽ ടു ചേഞ്ച് അവർ സെൽസ്, നമ്മളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇഫ് വി റിക്വസ്റ്റ് സം ചേഞ്ചസ്, ഓഫ് കോഴ്സ് വി നീഡ് സം ചേഞ്ചസ്, അല്ലേ? നമുക്ക് ചേഞ്ചസ് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു വ്യക്തി എന്ന തലത്തിൽ നിന്നുകൊണ്ട് നമ്മളെ മാറ്റിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മളുടെ ഉത്തരവാദിത്വമാണ്. നമുക്ക് മറ്റുള്ളവരെ മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കല്ല, അതൊട്ട് സാധ്യവുമല്ല. നമ്മളതിനകത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ വി വിൽ ബി ഡിസ്കറേജ്ഡ്, നമ്മൾ നിരാശപ്പെടും. നമുക്കതിനകത്തിൽ എന്താണ് പറയുന്നത്, കടുത്ത നിരാശ ഉണ്ടാകേണ്ടി നമുക്കതിൽ ദേഷ്യവും അമർഷവും നിരാശയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആ പണിക്ക് നമ്മൾ പോകാതിരിക്കണം ഏറ്റവും നല്ലതാണ്. പകരം നമ്മളെ ചേഞ്ച് ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു മാനുഷിക പ്രവണത അല്ലെങ്കിൽ
സ്വഭാവം മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ വാട്ട് വി ക്യാൻ ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി നമ്മളെ ധൈര്യപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മളിലുള്ള വിശ്വാസത്തെ നമ്മൾ ഊട്ടിയുറപ്പിക്കുക. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുമ്പോൾ അമിതമായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാതെ കഴിയാൻ പറ്റില്ല. കാരണം പല കാര്യങ്ങൾക്കും മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ പൊതുവേ നമ്മൾ പറഞ്ഞില്ല മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാൻ നോക്കില്ല. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടി, മറ്റുള്ളവരിൽ നിന്നുള്ള അറിവിന് വേണ്ടി, ആശയത്തിന് വേണ്ടി, എന്നുവെച്ചാൽ മറ്റുള്ളവർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. അവർ നമ്മളോട് ചിരിച്ചാൽ മാത്രമേ, സംസാരിച്ചാൽ മാത്രമേ, നമ്മളവരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടോട് ജീവിക്കുന്നൊരു തലമുണ്ടല്ലോ. അവിടെയാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരെ ആശ്രയിക്കരുതെന്ന് പറയുന്നത്. പകരം നമ്മളുടെ കോൺഫിഡൻസ് നമ്മൾ വർദ്ധിപ്പിക്കുക, നമ്മളെ സ്വയം ധൈര്യപ്പെടുത്തുക, മറ്റുള്ളവർ പറയുന്നതിലുള്ള മെറിറ്റ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അത് നമുക്ക് വർത്തിയാണോ, അതിനകത്ത് എന്തെങ്കിലും വാല്യൂസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഒട്ടുമിക്ക കാര്യങ്ങളും ഇല്ലാന്നതിനാണ് നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പൊതുവേ നമ്മൾ കാണുന്ന പ്രവണത മറ്റുള്ളവരെ നിരാശപ്പെടുത്താനും ഭയപ്പെടുത്താനും, ഭീഷണി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിന്നെ കൊല്ലും പെട്ടെന്നുള്ള ഭീഷണിയല്ല, ഭയപ്പെടുത്തുക, ഭയം ഉണ്ടാക്കിയെടുക്കുക, മറ്റുള്ളവരിൽ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു ഇൻഫീരിയറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അത് നിശബ്ദമായും പരസ്യമായിട്ടൊക്കെ പറ്റും. നമ്മളുടെ അടുത്തുള്ള സ്വന്തമായിട്ടുള്ള ആൾക്കാരിൽ മുതൽ നമുക്ക് ബാക്കിയുള്ള ഫ്രണ്ട് സർക്കിളിൽ നിന്നും നമ്മുടെ റിലേറ്റീവ്സിൽ നിന്നും നമ്മൾ ആരുമായിട്ടൊക്കെ ഈ പറഞ്ഞ ഇൻട്രാക്ഷൻസ്, ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന അവരിൽ നിന്നൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതരത്തിലുള്ള സ്വഭാവ രീതികളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അതിനൊന്നും നമ്മൾ കൂടുതൽ അടിമപ്പെടാതെ നമ്മൾ സ്വയം നമ്മളെ ധൈര്യപ്പെടുത്തുകയും നമ്മളിൽ ആത്മവിശ്വാസം കൂടുതൽ വളർത്തിയെടുക്കുകയും ചെയ്യുക. കാരണം അവർ പറയുന്നതല്ല ലോകം എന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അവർ നമുക്ക് നിശ്ചയിച്ചു തരുന്ന ലോകമല്ല നമ്മളുടെ ലോകം എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ഈ ലോകം ഇതുപോലുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടിനും അപ്പുറത്ത് വളരെ വിശാലമായിട്ടുള്ള ലോകമാണ്. കോടാനുകോടി ജനങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള ജനങ്ങൾ നിവസിക്കുന്ന ഒരു ലോകമാണ്. അവിടെ അവസരങ്ങളുടെയും സാധ്യതകളുടെയും മാത്രം ലോകമാണ്. എല്ലാ തരത്തിലുള്ള അവസ്ഥകളും നമുക്ക് കാണാൻ കഴിയും. നല്ലതും ചീത്തെന്ന് പറയുന്ന എല്ലാ തരത്തിലുള്ള അവസ്ഥകളും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നമ്മൾ അവസരങ്ങളുടെയും സാധ്യതകളുടെയും മാത്രം ഒരു ലോകത്തെ വീക്ഷിക്കുവാൻ തുടങ്ങിയിട്ട് നമ്മളിൽ വിശ്വാസം അർപ്പിക്കുകയും നമ്മളിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും നമ്മൾ സ്വയമേവ നമ്മളെ ധൈര്യപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ള ഈ പറഞ്ഞ പ്രവണതകൾക്ക് നമ്മൾ ഒരു സ്ലേവ് ആകുന്ന രീതി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അത് വളരെ അത്യാവശ്യമാണ്. ഒരു വ്യക്തിയുടെ ഉന്നമനത്തിന് വേണ്ടി, വ്യക്തിയുടെ സക്സസ്സിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പീസ്ഫുള്ളായിട്ട് മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലി നമ്മൾ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. മറ്റുള്ളവരിൽ നിന്നും നമുക്ക് പ്രതീക്ഷകൾ, മറ്റുള്ളവരിൽ നിന്നും ആത്മവിശ്വാസം നമുക്ക് ലഭിക്കും. മറ്റുള്ളവരിൽ നിന്നെങ്കിലും നമുക്ക് ശക്തി, ധൈര്യം, കാരണം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്, ഇല്ലേ? നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ധൈര്യം വേണം, ശക്തി വേണം, ആത്മവിശ്വാസം വേണം, നമ്മളിൽ പ്രതീക്ഷ വേണം. നമ്മൾ മറ്റുള്ളവരല്ല പ്രതീക്ഷ അർപ്പിക്കേണ്ടത്, നമ്മളിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്വയമേവ ചെയ്താൽ മാത്രമേ നമ്മുടെ ലൈഫിന് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതിന് പകരം നമ്മൾ മറ്റുള്ളവരെ, ആരെ തന്നെ ആയാലും ശരി, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരായാലും ശരി, നമ്മുടെ വീടിന് പുറത്തുള്ള ആൾക്കാരായാലും ശരി, നമ്മൾ അവരെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ അമിതമായി എന്ന് മാത്രമല്ല കുറച്ചെങ്കിലും നമ്മൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ്, സൂയിസൈഡലാണ്. ബിക്കോസ് നോബഡി എൽസ് ക്യാൻ സേവ് us, നോബഡി എൽസ് ക്യാൻ പ്രൊട്ടക്റ്റ് us. മറ്റുള്ളൊരാൾക്ക് നമ്മുടെ സേവിയർ ആകാൻ സാധ്യമല്ല. സേവിയർ എന്ന് പറഞ്ഞാൽ ആ പേര് സേവിയർ അല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ രക്ഷകൻ. അല്ല, നമ്മളെ സേവ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, ദാറ്റ് ടു ഓൺലി എ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ്, ഒരു പരിമിതമായിട്ടുള്ളൊരു തലത്തിൽ വരെ അല്ലെങ്കിൽ ഒരു അതിർത്തിയിൽ വരെ അവർക്ക്, മറ്റുള്ളവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബട്ട് ടു സേവ് us, നമ്മളെ സേവ് ചെയ്യണമെങ്കിൽ അത് നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയണമെങ്കിൽ വി ഹാവ് ടു എൻകറേജ് അവർ സെൽസ്.
നമുക്ക് നമ്മളെ എൻകറേജ് ചെയ്യാൻ സാധിക്കണം, ധൈര്യപ്പെടുത്താൻ സാധിക്കണം. നമ്മളിൽ കോൺഫിഡൻസ് നമുക്കുണ്ടാകണം. സെൽഫ് കോൺഫിഡൻസ് നമ്മൾ വർദ്ധിപ്പിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ ചെറിയ തോതിലുള്ളെങ്കിൽ നമ്മളതിനെ എൻഹാൻസ് ചെയ്യുകയോ ഇൻക്രീസ് ചെയ്യണം. നമ്മളിൽ ഹോപ്പ് ഉണ്ടാകണം, നമ്മളിൽ പ്രതീക്ഷ ഉണ്ടാകണം. നമുക്ക് ഈ ലോകത്തിലുള്ള സാധ്യതകളും അവസരങ്ങളും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആര് തന്നെ ആയാലും ശരി, നമുക്ക് പ്രാപ്തമായിട്ടുള്ളൊരു ജീവിതത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, എക്സ്പ്ലോർ ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സാധ്യതകളും അവസരങ്ങളും ഈ ലോകത്ത് നമുക്ക് ചുറ്റിനും ഉണ്ട് എന്നുള്ളൊരു റിയാലിറ്റി അല്ലെങ്കിൽ ഫാക്റ്റ് അല്ലെങ്കിൽ ട്രൂത്ത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ലൈഫിനെ ലീഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, നമുക്ക് പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ലൈഫിൻ്റെ മറ്റൊരു ഡെഫിനേഷൻ തന്നെയാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ കോംപ്ലക്സിറ്റീസ്, സങ്കീർണതകൾ നമുക്ക് കുറയ്ക്കുവാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കുവാനോ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതം സങ്കീർണമാകുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം പ്രശ്നങ്ങളാണെന്നല്ലോ സങ്കീർണമാകുന്നത്. പ്രശ്നം എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഫൈനാൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്, ഇസ് എ ഫാക്റ്റ്. പക്ഷേ അതിനെ നമ്മൾ സങ്കീർണമാക്കുന്നത് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ബ്ലൈൻഡായിട്ട് കടം മേടിക്കുകയും അല്ലെങ്കിൽ അമിതമായിട്ട് നമ്മൾ കടം മേടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് സങ്കീർണമാകും, നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധ്യമാകാതെ വരുമ്പോൾ. ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻ നമുക്ക് മോശമാകുമ്പോൾ തീർച്ചയായിട്ടും ഇറ്റ് ക്യാൻ ഹാപ്പൻ, ഇല്ലേ? അതിനകത്ത് തെറ്റൊന്നുമില്ല. മറ്റൊരു വ്യക്തിയായിട്ടുള്ള ബന്ധം നമ്മുടെ ഇല്ലാതാകുന്നതോ മോശമാകുന്നതല്ല, നമുക്ക് വേണ്ടാന്ന് വെക്കുന്നതിനകത്ത് തെറ്റില്ല. പക്ഷേ അതിനെ നമ്മൾ മോശമാക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ ക്യാരക്ടറും ബിഹേവിയറും ഒക്കെ നമ്മളെ ലീഡ് ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് കോംപ്ലിക്കേറ്റഡ്, ഇല്ലേ? അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം നമ്മൾ റാഷണലായിട്ട് അല്ലെങ്കിൽ ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ച് നമ്മൾ അതിന് വേണ്ട സൊല്യൂഷൻ കൃത്യസമയത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കോംപ്ലക്സിറ്റി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ സ്വയം പ്രാപ്തരാകുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് നമ്മളിൽ വിശ്വാസം ഉണ്ടാകണം, നമ്മളിൽ പ്രതീക്ഷ ഉണ്ടാകണം, നമുക്ക് ധൈര്യം ഉണ്ടാകണം, ആത്മധൈര്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അല്ല വേറെ ആളെ ഇടിക്കാനും തല്ലാനും ആരണ്ട ഇറങ്ങി പാടാ, ചുണയുള്ളവൻ ഇറങ്ങി പാടാ, ആ ധൈര്യമല്ല ഞാൻ പറയുന്നത്. അത് മിസ്അഡ്വഞ്ചറാണ് കേട്ടോ, ആ ധൈര്യമല്ല. അങ്ങനെ ഞാൻ പറയുന്നത് നമ്മുടെ ആത്മധൈര്യമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളെ നമുക്ക് നേരിടുവാനും അതിനെ തരണം ചെയ്യുവാനുള്ള ആ ഇൻറ്റേർണൽ സ്ട്രെങ്തിനെയാണ് ഞാൻ ആത്മധൈര്യം എന്ന് പറയുന്നത്. അതാണ് ശരിക്കുള്ള കറേജ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ദ ഓഡ്സ്. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ, പ്രതിബന്ധങ്ങളെ നമ്മൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള മാനസിക ശക്തിയാണ് ധൈര്യം എന്ന് പറയുന്നത്. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് കറേജ്, നത്തിങ് എൽസ്. അല്ല മറ്റുള്ളവരുടെ മോളുകൾ കുതിര കയറാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു താൽക്കാലിക ഇമോഷണൽ ഇതുണ്ടല്ലോ, ഔട്ട് ബോസ്റ്റ് ഉണ്ടല്ലോ, അതല്ല ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്വയം ആത്മധൈര്യം ഉണ്ടാകണം, ആത്മവിശ്വാസം നമുക്കുണ്ടാകണം, സെൽഫ് കോൺഫിഡൻസ്. ഇതൊന്നും മറ്റുള്ളവർക്ക് നമ്മളിലേക്ക് എന്താണ് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. എന്നുവെച്ചാൽ വേറൊരാൾക്ക്, ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം ഉണ്ട്, ആ വ്യക്തിയുടെ കുറച്ച് ആത്മവിശ്വാസം നമുക്ക് കടമെടുക്കാൻ സാധിക്കത്തില്ല. വേറെ ആൾക്ക് ആത്മധൈര്യം ഉണ്ട്, ആ വ്യക്തിയുടെ ആത്മധൈര്യം നമുക്ക് ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ നമുക്ക് കടമെടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല. വേറെ ആൾക്ക് അറിവുണ്ട്, അത് നമുക്ക് കടമെടുക്കാൻ സാധിക്കത്തില്ല. ഇതെല്ലാം നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്, ഇല്ലേ? അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ പരമാവധി നമ്മൾ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സ്വയം ചെയ്തെടുക്കേണ്ട ഈ കാര്യങ്ങളോടൊപ്പം തന്നെ ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അവരാണല്ലോ നമുക്ക് ഭയം തരുന്നതും. ഇപ്പം നമ്മൾ അസുഖമായിട്ടിരിക്കുന്ന, ഡിസീസ്ഡായിട്ടിരിക്കുന്ന, ഇപ്പം നമുക്ക് പനിയോ അല്ലെങ്കിൽ അതുപോലുള്ളൊരു അവസ്ഥയിൽ നമ്മളെ കാണാൻ വരുന്ന ആൾക്കാരുടെ സംസാരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, വളരെ ഫുൾ ഓഫ് നെഗറ്റീവ്സാണ്. കാരണം നമുക്ക് ആരോഗ്യം തരുന്ന, ധൈര്യം തരുന്ന, ആത്മവിശ്വാസം തരുന്ന, പ്രതീക്ഷകൾ തരുന്ന സംസാരമല്ല, വാക്കുകളല്ല അവരുടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അവർ സംസാരിച്ചില്ലെങ്കിൽ തന്നെ അവരുടെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണ പാഠവും നമുക്കുണ്ടെങ്കിൽ അവരെന്താണ് ഉള്ളിൽ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പരമാവധി നമ്മൾ കീപ്പ് അറ്റ് ആൻ ആംസ് ലെങ്ത്. അത് നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആയാലും നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആയാലും ആര് തന്നെ ആയാലും ശരി, അതായിരിക്കും നമ്മളുടെ ലൈഫിന് പ്രതീക്ഷയും നമുക്ക് ആത്മധൈര്യം ഉണ്ടാകാനും ആത്മവിശ്വാസം ഉണ്ടാകാനും നമ്മളൊരു ഓപ്റ്റിമിസ്റ്റിക് ആകാനും ഒക്കെ നമ്മളെ
ഒപ്റ്റിമിസ്റ്റിക് ആകാനൊക്കെ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ പരമാവധി ഒഴിവാക്കുക, അകറ്റി നിർത്തുക. എന്നിട്ട് നമ്മളെ സ്വയം പ്രാപ്തനാക്കുക, നമ്മളിൽ സ്വയം വിശ്വസിക്കുക, നമ്മളിൽ പ്രതീക്ഷ അർപ്പിക്കുക. ലോകത്തിൽ സമൂഹത്തിലുള്ള അവസരങ്ങളെയും സാധ്യതകളെയും നമ്മൾ തിരിച്ചറിയുക. നമ്മളുടെ കഴിവിനനുസരിച്ചുള്ള സാധ്യതകളും അവസരങ്ങളും നമ്മൾ ലോജിക്കലി വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിനെ ലീഡ് ചെയ്ത് സങ്കീർണതകൾ ഒഴിവാക്കി അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനും ഒരു സംവാട്ട് സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു ലൈഫിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പം ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള ആൾക്കാർ ഭൂരിപക്ഷവും അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവരെ നമ്മൾ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം പ്രവണതകൾ അവരിലുണ്ടെങ്കിൽ നമ്മൾ അവരെ വീണ്ടും സമീപിക്കാതിരിക്കുക നമ്മുടെ പ്രശ്നവുമായിട്ട്. കാരണം അവരത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യും. അവരുടെ ലാക്ക് ഓഫ് ഐഡിയാസ് ഉണ്ട്, ലാക്ക് ഓഫ് നോളജ് ഉണ്ട്, അവരുടെ ലാക്ക് ഓഫ് സിൻസിയറിറ്റി, ഓണസ്റ്റി, അവർക്ക് ആശയമില്ലാത്തതുണ്ട്, അറിവില്ലാത്തതുണ്ട്, സത്യസന്ധത, ആത്മാർത്ഥത, നമ്മളോടുള്ള താല്പര്യം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരതിനെ കോംപ്ലക്സ് ആക്കാനുള്ള, സങ്കീർണമാക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അത്തരം പ്രവണതയുള്ള ആൾക്കാരാണെന്ന് അവരെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നതിൽ നിന്നും തടയുക അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള റെസിപ്പി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഹാപ്പി സൺഡേ.